കേരളത്തിൽ വലിയ രീതിയിൽ ന്യൂസ് ചാനലും ടി വി ചാനലും ഒക്കെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അതായത് കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള കൊച്ചിയിലുള്ള അമേരിക്കൻ കെയർ ഓഫ് ഹെൽത്ത് മെഡിക്കൽ കോഡിംഗ് കമ്പനി അവരേകദേശം കൊച്ചിയിലും കോഴിക്കോട് ഏകദേശം 800 മുതൽ 900 ജോലിക്കാരെ ഒരു സുപ്രധാനം രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറയുന്നു, ഓഫീസെല്ലാം അടച്ചു, പെർമനൻ്റ് ആയിട്ട് ഞങ്ങൾ ഓഫീസ് ക്ലോസ് ചെയ്തു. ചെറുപ്പക്കാരാണ്, മനസ്സിലാകുക. ഏകദേശം 800-900 പേരുടെ ജോലി ഒറ്റയടിക്കങ്ങ് പോയി. അപ്പം ടി വിയിൽ വാർത്തയിലൊക്കെ വരുന്നുണ്ട്, DYFIയുടെ ലീഡേഴ്സ് വന്നിട്ട് ഓഫീസ് തുറക്കാൻ പറയുന്നു, അതിനകത്ത് കയറ്റി വിടുന്നു, അവരോട് ക്യാൻറ്റീനിലിരിക്കാൻ പറയുന്നു, തൊഴിൽ മന്ത്രി വന്ന് ഡിസ്കഷൻ നടത്തുമെന്ന് പറയുന്നു, അവിടുത്തെ MLA ഉമാ തോമസ് ഇടപെടുന്നു, കമ്പനിയുടെ പ്രതിനിധികൾ എന്ന് പറയുന്ന ലീഗൽ അഡ്വൈസേഴ്സ്, അതായത് വക്കീലന്മാരുമായിട്ട് ചർച്ച നടത്തുന്നു, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നു. ഞാൻ കൃത്യമായിട്ട് പറയാം, നോൺസെൻസ്. ഇതൊന്നും ഈ കമ്പനി ഇനിയും തുറക്കാനൊന്നും പോകുന്നില്ല. ഒന്നാമത് അവരടച്ചുപൂട്ടി. ഇനിയും അത് ബാക്കി ഇത് ഫർദർ പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ആഡ് ചെയ്യാം. ഞാൻ പല വീഡിയോയിലും പലയിടത്തും ഞാൻ പറയുന്നുണ്ട്, അമേരിക്കയുമായിട്ട് ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് മോശമാകരുത്, ട്രംപിനെ പിണക്കരുത്, ഇന്ത്യയെ ബാധിക്കും. അപ്പം ഇവിടുത്തെ സംഘപരിവാറുകാരും ചില ആൾക്കാരും അമേരിക്കയെ തെറി വിളിക്കുന്നവരൊക്കെ എന്നെ അങ്ങ് തെറി വിളിക്കുക. ഞാൻ അമേരിക്കൻ ചാരനാണ്, ഞാൻ അമേരിക്കയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ്. എടാ മരം മണ്ടൻ മണ്ണാക്കന്മാരെ, ഇന്ത്യയിൽ ഏകദേശം 60 മുതൽ 70 ലക്ഷം ടെക്കീസ്, അതായത് ടെക്നോളജിസ്റ്റ്, ഇവർക്ക് ജോലി കൊടുക്കുന്നത് അമേരിക്കൻ കമ്പനിയാണ്. അതാദ്യം അങ്ങ് തലയ്ക്കകത്തിടുക. ആ ജോലി പോകരുത്. കാരണം ഇത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ കയ്യിലാണ്. ഇതുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് തെറ്റിപ്പിരിയരുത് എന്ന് പറയുന്നത്. അത് ഈ സമയം കുറച്ച് ഒരു വർഷം കഴിയുമ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരത്തെ അറിയുക സംഭവം. കാരണം അയാൾ നേരത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഇതിനെപ്പറ്റി വലിയ അഡ്വൈസേഴ്സ് ഉള്ളവരൊക്കെയാണ്. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇതിൻ്റെ ഡെപ്ത് അറിയത്തില്ലായിരുന്നു, ഇതെവിടം വരെ പോകുമെന്നുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കയെ പിണക്കരുത്. നിങ്ങൾക്ക് വേറെ ആരെയും പിണക്കാം. ഇന്ത്യയിൽ ഇത്രമാത്രം ജോലിയാണ് കൊടുക്കുന്നത്. ഒരു ചെറിയ കമ്പനി, വലിയ കമ്പനിയൊന്നുമല്ല. ഈ പറയുന്ന കെയർ ഓഫ് ഹെൽത്ത് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ടെക്സാസിലുള്ള ഒരു കമ്പനിയാണ്. അവിടെ 100ഓളം കമ്പനിയുണ്ട് ഇതേപോലെയുള്ള. കാരണം മെഡിക്കൽ ഫീൽഡിൽ അമേരിക്ക ലോകത്തിലെ നമ്പർ 1 ആണ്. അതിൻ്റെ കോഡിങ് അവർ രണ്ടാമത്തെ ഒരു പാർട്ടിക്ക് കൊടുക്കുന്നു, ഔട്ട്സോഴ്സ് ചെയ്യുന്നു. അത് ഇന്ത്യയിലുള്ള ഒരു കമ്പനിക്ക് അത് കൊടുക്കുന്നു. ആ കമ്പനി എന്തുവാ ചെയ്യുന്നത്? അമേരിക്കൻ പോളിസി അനുസരിച്ച് ചെയ്യുന്ന ഹയർ ആൻഡ് ഫയർ ആണ് സംഭവം. അവരാൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ഒരു തേർഡ് പാർട്ടി, അതായത് വർക്ക് സ്പേസ് അതൊക്കെ പറയുന്ന അവരുടെ ഒരു സ്ഥാപനത്തിൽ പോകുന്നു. കമ്പ്യൂട്ടർ അവൻ്റെയാണ്. ഇവരും ഈ കമ്പനിക്കായിട്ട് യാതൊരു ബന്ധവുമില്ലേ കമ്പ്യൂട്ടറിന്. ആ നെറ്റ്വർക്കും കാര്യങ്ങളും മാത്രം യൂസ് ചെയ്യുന്ന അതിന് പണവും കൊടുക്കും. എന്നിട്ട് ഈ ആൾക്കാരെ വെച്ച് ജോലി ചെയ്യിക്കുന്നുണ്ട്, ഔട്ട്സോഴ്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്. മണിക്കൂറിന് ഇത്ര വെച്ച്, അല്ലെങ്കിൽ ഇവർക്ക് ഇത്ര സാലറി ഒരു പെർ ഡേ, അല്ലെങ്കിൽ മാസശമ്പളം. ഇത് സംഭവം ഉണ്ടാക്കുന്നു. ഇന്ത്യയിലുള്ള കമ്പനി അതിൻ്റെ ലാഭവിഹിതം എടുക്കുന്നു, ആൾക്കാർക്ക് സാലറി കൊടുക്കുന്നു. ഇതാണ് സംഭവം, ഇതാണ് റണ്ണിങ്. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, പ്രധാനപ്പെട്ട കീ ഇഷ്യൂ. അതും ഞാൻ പല ആവർത്തി പറഞ്ഞതാണ്. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആവുന്ന ഇതേ ഫീൽഡിൽ തന്നെയാണ്.
ഇനി നമ്മൾ കെയറോ ഹെൽത്ത് മെഡിക്കൽ കോഡിംഗ് കമ്പനിയുടെ അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയി നോക്കുക, അവരുടെ ഹിസ്റ്ററി പോയി നോക്കുക. അവർ എത്ര മില്യനാണ് 2024, 23, 25, അത് 25 അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് ഈ പറയുന്ന മാൻ പവറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ 97%-നേക്കാളും നല്ലതാണ്, ഈ പറയുന്ന മാൻ പവറിനേക്കാളും നല്ലതാണ്. പിന്നെ ഇതിനെ മാൻ പവർ, കാരണം ചിലവും കുറവാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറയുന്നത്. കാരണം എയുമായിട്ട് ബന്ധപ്പെട്ട, കാരണം ഒരു ജോലി ഇല്ലാതാകുന്നു, അത് ഇല്ലാതാകും മറ്റൊരു ജോലി ഉണ്ടാകുന്നുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. ആ ജോലി പൂർണ്ണമായിട്ടും ഇല്ലാതാകുമ്പോൾ മറ്റൊരു ജോലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ക്രിയേറ്റ് ചെയ്യുന്ന എന്താണെന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ് അതിനെപ്പറ്റി റിസർച്ച് ചെയ്തില്ല, ഇൻവെസ്റ്റ് ചെയ്തില്ല. ഇതാണ് ഈ പറയുന്നത്. കാരണം നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടി പോയില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ പറയുന്ന ഗ്ലോബലായിട്ടുള്ള AI കമ്പനികൾ, ഇന്ത്യൻ കമ്പനികൾ ഒരെണ്ണം പോലും ഇല്ലാത്തത്. അപ്പം ഇതിൻ്റെ വർക്കുകളുണ്ട്, AI-യുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളുണ്ട്, അതിൻ്റെ സർവീസിങ്ങും അതും ഇതും ഒക്കെ ഉണ്ട്. അതെങ്ങോട്ടാണ് പോകുന്നത്? അത് ഏറ്റവും കൂടുതൽ തായ്വാന്, മറ്റുള്ള രാജ്യങ്ങൾ, തായ്ലൻഡ്, ഹോങ്കോങ്, ചൈന, ഇന്ത്യയിലോട്ട് വരുന്നില്ല. ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സൗത്ത് ഗ്ലോബൽ സമ്മിറ്റിൽ AI കമ്പനിയുടെ ആൾക്കാരെ വെച്ച് കൈപൊക്കിച്ചത്. വെറുതെ കൈപൊക്കിയതേ ഉള്ളൂ. ആ സമയത്ത് ഇന്ത്യ അമേരിക്ക പ്രശ്നം ബന്ധം അങ്ങ് വലിയ വഷളായി. ഈ പറയുന്ന അമേരിക്കൻ കമ്പനി ഡേറ്റാ സെൻറ്റർ അല്ല ഇവിടെ ചെയ്യേണ്ടത്, AI-യുമായി ബന്ധപ്പെട്ട്. ഇവിടെ അതിൻ്റെ വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ കൂടെ നിൽക്കണം. അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇവിടെയുള്ള സംഘപരിവാരം അവരൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കി, ഇവിടെ മറ്റേ മൈനോറിറ്റീസ്റ്റും ക്രിസ്ത്യൻ അടി ബഹളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ട്രംപ് മൈൻഡ് ചെയ്തില്ല. ട്രംപ് പറഞ്ഞു പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം നിങ്ങൾ മനസ്സിലാക്കുക, ഈ സൗത്ത് ഗ്ലോബൽ എന്ന് പറയുന്ന സൗത്ത് ഗ്ലോബൽ സമ്മിറ്റ് ഇവിടെ നടത്തിയത് പോലും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാലേ പിടിച്ചു. കാരണം ഇത്ര അമേരിക്കയിലുള്ള ജൈൻ്റ് ആയിട്ടുള്ള AI-യുടെ ആൾക്കാർ ഇന്ത്യ വരണമെന്ന് പറഞ്ഞു. അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് ചില ആൾക്കാർ ഇവിടെ വന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട 2 കീ ആയിട്ടുള്ള ആൾക്കാരെ അങ്ങനെ വിട്ടുമില്ല. ഒന്ന് എലോൺ മസ്ക്, ഒന്ന് NVIDIA, ലോകത്തിലെ ഏറ്റവും നല്ല ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനി. അതായത് ഗ്ലോബൽ എക്കോണമി എന്ന് പറയുന്ന AI-യുടെ പുറകിലങ്ങ് പോയി. ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് ബേസ് എന്ന് പറയുന്നത്. അതിന് DYFI സമരം ചെയ്യേണ്ടത് ഡൽഹിയിൽ വന്ന അമേരിക്കൻ എംബസിയുടെ മുകളിൽ, അതിൻ്റെ മുമ്പിലാണ് സമരം ചെയ്യേണ്ടത്. ഇതൊക്കെ തേർഡ് പാർട്ടിയാണ്, അത് ഇവർക്കായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതേപോലെ വർക്കുകൾ ഇങ്ങനെ ശരിക്കും തൊഴിൽ മേഖലയിൽ ഇന്ത്യയിൽ ബ്ലഡ് ബാത്ത് തന്നെ ഉണ്ടാകും. തൊഴിൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. ബാംഗ്ലൂരുള്ള പല IT അവിടെ ചെയ്യുന്ന കമ്പനികൾ നടത്തുന്നവർ, ചെറുതായിട്ട് അവിടെ ജോലിയൊക്കെ ചെയ്യുന്നവർ പറയുന്നത് ഇവിടെ ജോലി പോവുകയാണ്. ഡൽഹിയിലും അങ്ങനെ തന്നെയാണ്. ഗുഡ്ഗാവിലാണെങ്കിലും പൂനെയിലാണെങ്കിലും മുംബൈ, ഹൈദരാബാദ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചാട്ടം കേരളത്തിൽ കണ്ടപ്പോൾ എന്തു ബഹളമാണ് ആൾക്കാർ കാണിക്കുന്നത്. എന്താണ് ഒരാഴ്ച മുമ്പ് ചെന്നൈയിലുണ്ടായത് ഓപ്പൺ ഡോർ. ഇവരുടെയൊക്കെ ക്ലൈൻറ്റ് അമേരിക്കയാണ്, റിയൽ എസ്റ്റേറ്റ് ആണ് സംഭവം. 250ഓളം ജോലിക്കാർ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറഞ്ഞു കമ്പനി പൂട്ടി പൊയ്ക്കോളാൻ പറഞ്ഞു. ഇതാണ് ഈ പ്രശ്നം. അമേരിക്ക ഒന്നും ചെയ്യണ്ട. അവരിങ്ങനെ അവരുടെ അവരുടെ കാര്യങ്ങൾ, ഈ പറയുന്ന നയത്തിലുണ്ടാകുന്ന മാറ്റം, അതാണ് പ്രശ്നം. വലിയ സംഭവമൊന്നുമില്ല. ഇതൊക്കെ ചെയ്താൽ മതി. ഇന്ത്യയിലെ ജോലിയില്ലാതെ ചെറുപ്പക്കാർ വെടി തീർന്നു. കാരണം H1B വിസ, ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് അങ്ങനെ കിടക്കുന്ന ഒരു ഭാഗം, മറ്റൊരു ഭാഗം യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഇന്ത്യൻ IT കമ്പനിയുള്ളവർക്ക് വിസ കൊടുക്കുന്നില്ല, റെഗുലേഷൻ ടൈറ്റാക്കി.
ഇത് വ്യാപനമായിട്ട് നടക്കും. ഇതിവിടെ ഈ പറയുന്ന ഉമാ തോമസ് പറഞ്ഞാലും ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന തൊഴിൽ മന്ത്രി പറഞ്ഞാലും സാക്ഷാൽ മുഖ്യമന്ത്രി ഇടപെട്ടാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെട്ടാൽ ഒരു കുന്തവും സംഭവിക്കത്തില്ല. കാരണം അവന് പറയുന്നത് ഞാനിത് അടയ്ക്കുവോ, കാരണം അവനുമായിട്ട് ഡയറക്റ്റ് ബന്ധമല്ല, ഡയറക്റ്റ് ഇന്ത്യൻ കമ്പനിയാണ്. ആ കമ്പനി എന്ത് ചെയ്യാൻ പറ്റും? അവർ നേരിട്ട് ആൾക്കാർ വരത്തില്ല, കാരണം എല്ലാം ഔട്ട്സോഴ്സിംഗ് ആണ്. ഇതാണ് IT മേഖല. പിന്നെ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ നയം, ഹയർ ആൻഡ് ഫയർ. അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ജൂബിലി മിഷൻ ആശുപത്രിയിലെ നേഴ്സുമാരും ആലോചിച്ചോണം. BJP സർക്കാരിൻ്റെ പുതിയ നയമാണ് ഹയർ ആൻഡ് ഫയർ. ഒരു പുല്ലും നടക്കത്തില്ല. ഇത് തൊഴിലെന്ന് പറയുന്നൊരു സാധനത്തിന് ഗ്യാരണ്ടി ഇല്ല, എവിടെയും ഗ്യാരണ്ടി ഇല്ല. നിന്നെ ഹയർ ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ ഫയർ ചെയ്യാം. ഹയർ ആൻഡ് ഫയർ പോളിസിയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് വിദേശ കമ്പനികളും നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് ഊരാക്കുടുക്കിൽ പോകാൻ വയ്യ. ആൾക്കാരെ ഇഷ്ടമുണ്ടെങ്കിൽ ഹയർ ചെയ്യും, അല്ലെങ്കിൽ ഫയർ ചെയ്യും. ആരാണ് ഉത്തരവാദി? ഉത്തരവാദി ഗവൺമെൻറ്റിൻ്റെ നയമാണ്. അമേരിക്കൻ നയത്തിലുണ്ടായ മാറ്റമാണ് ഇന്ത്യയിൽ ഇത്രമാത്രം ജോബ് ലോസ് ഉണ്ടാവുന്നത്. ഇത് കണ്ടിന്യൂ പ്രോസസ്സായിരിക്കും. അതായത് AI-യുമായിട്ട് ബന്ധപ്പെട്ട്, അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ ഇത് ബ്ലഡ് ബാത്ത് തന്നെ നടക്കും. അത് തന്നെയാണ് ഇതുണ്ടാകാൻ പോകുന്നത്. എല്ലാ ഫീൽഡിലും ഇതുണ്ടാകും. അപ്പം അതിൻ്റെ തുടക്കമാണ് മലയാളികൾക്ക് കിട്ടിയ നല്ല എക്സ്പെരിമെൻ്റാണ് ഈ പറയുന്ന കെയർ ഓഫ് ഹെൽത്ത് മെഡിക്കൽ കോഡിങ്ങുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് എക്സ്പെരിമെൻ്റാണ്. ഇനി വരാൻ പോവുകയാണ് ഓരോന്നായിട്ട്. അതായത് വിദേശത്തുള്ള മലയാളികൾക്കും അടി കിട്ടും ഈ സംഭവം. കാരണം ഗ്രാജുവൽ പ്രോസസ്സാണ്. AI-യുടെ ബൂമിംഗ് ആണ് AI സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതങ്ങോട്ട് ബൂം ചെയ്യുമ്പോൾ ഇതങ്ങോട്ട് ഓരോന്നങ്ങോട്ട് വൈപ്പ് ഔട്ട് ചെയ്തങ്ങ് പോകും.